മൈ ഗൈസ്, അപ്പൊ എല്ലാവരും വേറൊരു ഡൗട്ട് എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ, വാഹനം ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തേക്ക് തിരിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്നാണ്. ഓക്കെ, അപ്പൊ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനം പെട്ടെന്നൊന്നും ഒരു റോട്ടിൽ നിന്ന് അപ്പുറത്തെ റോഡിലേക്ക് കയറുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് നമ്മൾ ഇഷ്ടപ്രകാരം ഒന്ന് വണ്ടി തിരിയരുത്. നിങ്ങൾ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഒന്നും നോക്കില്ല, ഇൻഡിക്കേറ്റർ പോലും ഇടൂല, പെട്ടെന്ന് ഒറ്റ തിരിയലായിരിക്കും. അപ്പോൾ ബാക്കിൽ വരുന്ന വാഹനങ്ങൾക്ക് ആകെ കൺഫ്യൂഷനായി വന്ന് കൊടുക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, എനിക്ക് തന്നെ അങ്ങനെ എന്താ പറയുക, ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബൈക്കുകാരൻ തന്നെ ഇതേപോലെ ചെയ്തിട്ട് പെട്ടെന്ന് ഒരു കാരണമില്ലാതെ പെട്ടെന്ന് റോഡിന്റെ സെന്ററിൽ നിന്ന് ഒറ്റ തിരിക്കല് നമുക്ക് കൺട്രോൾ കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കി. സോ അങ്ങനത്തെ കണ്ടീഷൻസ് വരും. അപ്പൊ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന സാധനം വെറുതെ വണ്ടിയിൽ എന്താ പറയുക കാണാൻ വേണ്ടി വെക്കുന്ന സാധനമല്ല, അത് യൂസ് തന്നെ വേണം. ഓക്കെ, ബാക്കിലുള്ള ആൾക്കാർക്ക് സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിയുന്നുണ്ടെന്നാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് തിരിയണമെങ്കിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നോക്കേണ്ടത് വെച്ചാൽ ഫ്രണ്ടിലും ബാക്കിലും വാഹനങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അത് ഫ്രണ്ടിൽ നമുക്ക് മുന്നത്തെ ക്ലാസ് കൂടി നോക്കിയാൽ മതി. അല്ല, ബാക്കിൽ വരുന്നത് എങ്ങനെ നോക്കണം? നമ്മൾ മിററിലൂടെ നോക്കണം. ഓക്കെ, മിറർ പക്കയായിട്ട് നോക്കണം, കറക്റ്റ് ആയിട്ട് നോക്കണം. ബാക്കിൽ നിന്നും മുന്നിൽ നിന്നും വരുന്ന വാഹനം ഓക്കെയാണെന്ന് നോക്കണം. ഇനി ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നമ്മൾ സിഗ്നൽ കൊടുക്കണം. എന്ത്, ഞങ്ങൾ റൈറ്റിക്ക് പോകുന്നുണ്ട്, ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കണം. അപ്പോൾ ഫ്രണ്ട് ബാക്ക്. പിന്നെ ഈ സൈഡ് മിറർ പിന്നെ ഇത് നോക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ആ സൈഡിലേക്കല്ലല്ലോ നമ്മൾ തിരിയണത്, നമ്മൾ റൈറ്റിലേക്കാണ് തിരിയുന്നത്. സോ ഇത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നോക്കിയാലും കറക്റ്റ് ആയിട്ട് ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കറക്റ്റ് വ്യൂ കിട്ടും. കണ്ടോ, എന്താ വ്യൂ? ഇതൊക്കെയാണ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബാക്കിൽ നിന്ന് വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഗിയർ ഏതിടണം? ഫസ്റ്റ് ഗിയർ കേട്ടോ. ഗിയറൊക്കെ ഫസ്റ്റ് ഗിയർ തന്നെ ആയിരിക്കണം കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. വളവുകള് അതേപോലെ തന്നെ ഈ മറ്റേ മെയിൻ ജംഗ്ഷനിൽ തിരിയാനുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ തിരിയാനുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ തിരിയാൻ പാടുള്ളൂ. ഈ വളവുകള് അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന റോഡുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഒന്നും എന്ത് ചെയ്യരുത്. ഈ അപ്പുറത്തെ റോഡിലേക്ക് തിരിയരുതേന്നല്ല, മാക്സിമം തിരിയണത് ഒഴിവാക്കുക. കാരണം വളവ് നിന്ന് വണ്ടികൾ പെട്ടെന്നായിരിക്കും വരിക, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഈ വളവ് ഇപ്പൊ മുന്നിൽ കുറച്ചും കൂടി അപ്പുറത്തെ ഒരു വലിയൊരു വളവാണ്. അപ്പൊ അവിടുത്തെ വാഹനങ്ങൾ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. അപ്പൊ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഹാഫ് ക്ലച്ചിലേക്ക് വരിക കേട്ടോ. ശ്രദ്ധിക്കണം, ഹാഫ് ക്ലച്ചിലേക്ക് വരികയാണേ. ഹാഫ് ക്ലച്ചിലേക്ക് വന്നിട്ടുണ്ട്. അതാ സൗണ്ടൊക്കെ വരുന്നുണ്ട് നിങ്ങള്. ഇനി ബ്രേക്കിൽ നിന്ന് മെല്ലെ ഞാൻ കാലെടുത്തു, എന്നിട്ട് മെല്ലെ ഞാൻ ആക്സിലേറ്റർ കൊടുക്കുകയാണ്. സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, ആക്സിലേറ്ററിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. മെല്ലെ ആക്സിലേറ്റർ കൊടുക്കുക. ഇപ്പോഴും ഞാൻ ക്ലച്ച് ഒന്നും വിട്ടിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഹാഫ് ക്ലച്ച് പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ആക്സിലേറ്റർ ഇങ്ങനെ കൊടുക്കണ സന്ദർഭത്തിൽ ക്ലച്ച് ഒന്ന് ഇങ്ങനെ വിടണം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ വണ്ടികൾ വരുന്നുണ്ടോ പ്രത്യേകം നോക്കണം. ബാക്കിന് മുന്നിലില്ല, അപ്പോൾ ബാക്കിന് മുന്നിലില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, അങ്ങനെ ബാക്കിന് മുന്നിലില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യുക, വണ്ടി മെല്ലെ തിരിക്കുക കേട്ടോ. ഈ ഇങ്ങനെ തിരിയണ സമയത്തുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും ആക്സിലേറ്റർ കൊടുക്കരുത്. ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വേഗം ലെവലാക്കുക. വണ്ടി ഇങ്ങനെ സ്റ്റിയറിംഗ് ലെവലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുത്തിട്ട് മെല്ലെ ആക്സിലേറ്റർ കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഗിയർ മാറ്റിയിട്ട് ഇങ്ങനെ പോകും. ഉഷാറല്ലേ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതുപോലത്തെ ടിപ്പുകൾ എന്തും ചോദിച്ചോളൂ. ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.